ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് അക്കാഡമി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സിനിമ എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജീവിതം ചിത്രീകരിക്കുന്നതാണ് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമ. ക്ലിയർ? എന്നാൽ അതില് മൻമോഹൻ സിംഗ് ആയി അഭിനയിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അനുപം ഖേർ. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. ക്ലിയർ ആണോ? എന്താ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പോയിന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ 4.85 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ച മ്യൂസിയമാണ് ശക്തൻ തമ്പുരാൻ മ്യൂസിയം. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ക്ലിയർ? അടുത്ത പോയിന്റ്, പ്രഥമ ജഡായു സ്മൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നെടുമുടി വേണു. സമ്മാനത്തുക 1 ലക്ഷം രൂപ. ഓർത്തു വയ്ക്കണം, മറന്നു പോകരുത്. പ്രഥമ ജഡായു സ്മൃതി പുരസ്കാരമാണ്. ഓർത്തു വയ്ക്കും. ക്ലിയർ? ഇപ്പൊ ജഡായു പാറ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജഡായുവിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചടയമംഗലം. ക്ലിയർ ആണ്? ഓർത്തു വയ്ക്കണം. അടുത്ത പോയിന്റ്, ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാലയുടെ ചിന്മയ പ്രതിഭ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഡോക്ടർ വല്യത്താണ്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, പാല KM മാത്യു ബാലസാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ തേക്കിൻകാട് ജോസഫ് ആണ്. തേക്കിൻകാട് ജോസഫ്. സമ്മാനത്തുക 25,000 രൂപ. അദ്ദേഹത്തിന്റെ ഏത് കൃതി എന്ന് ചോദിച്ചാൽ സൂപ്പർ ബോയ് രാമു എന്ന കൃതിക്കാണ്. ഒന്നുകൂടെ നോക്കാം. ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സിനിമ എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്. അതിൽ മൻമോഹൻ സിംഗ് ആയി അഭിനയിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അനുപം ഖേർ. അടുത്ത പോയിന്റ്, ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ തൃശൂർ. പ്രത്യേകത 4.85 കോടി രൂപയുടെ കേന്ദ്ര സഹായം, അതിന്റെ പുനരുദ്ധാരണത്തിന് 4.85 കോടി രൂപയുടെ സഹായം ലഭിച്ചതാണ് ശക്തൻ തമ്പുരാൻ മ്യൂസിയം. ഓർത്തു വയ്ക്കണം, മറന്നുപോരുത്. പ്രഥമ ജഡായു സ്മൃതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നെടുമുടി വേണു, സിനിമ നടൻ നെടുമുടി വേണു. സമ്മാനത്തുക 1 ലക്ഷം രൂപ. അടുത്ത, ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാലയുടെ ചിന്മയ പ്രതിഭ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഡോക്ടർ വല്യത്താണ്. ക്ലിയർ? അടുത്ത പോയിന്റ്, പാല KM മാത്യു ബാലസാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ തേക്കിൻകാട് ജോസഫ്. സമ്മാനത്തുക 25,000 രൂപ. അദ്ദേഹത്തിന്റെ ഏത് കൃതി എന്ന് ചോദിച്ചാൽ സൂപ്പർ ബോയ് രാമു. ക്ലിയർ? അടുത്ത പോയിന്റ്, ഇപ്പോ രഞ്ജി ട്രോഫി സീസണിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുക്കുന്ന ബോളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അശുതോഷ് അമൻ. ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചാൽ ബീഹാർ സംസ്ഥാനക്കാരനാണ്. ആര് റെക്കോർഡാണ് മറികടന്നതെന്ന് ചോദിച്ചാൽ ബിഷൻ സിംഗ് ബേദി. 44 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് അശുതോഷ് അമൻ മറികടന്നത്. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, ന്യൂസിലൻഡ് ശ്രീലങ്ക ഏകദിന പരമ്പര ജേതാക്കൾ ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡ്. 3-0 ന്യൂസിലൻഡ് ശ്രീലങ്കയെ തോൽപ്പിച്ചത്. ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, തുടർച്ചയായി 10 ഇന്നിംഗ്സുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ കോഹ്ലി റെക്കോർഡുകൾ മറികടന്ന താരം ആരെന്ന് ചോദിച്ചാൽ റോസ് ടെയ്ലർ. ക്ലിയർ? അടുത്ത പോയിന്റ്, ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളുടെ റാങ്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി, 3-ാം സ്ഥാനത്ത് ചേതേശ്വർ പൂജാര, അതുപോലെ തന്നെ 17-ാം സ്ഥാനത്ത് ഋഷഭ് പന്ത്. പ്രത്യേകത, ഏറ്റവും ഉയർന്ന റാങ്കിങ്ങിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരാണ്? ഋഷഭ് പന്ത്. ക്ലിയർ? എന്നാൽ ധോനി ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ട്. ധോനി എത്തിയത് 19-ാം റാങ്ക്. ക്ലിയർ? ഇപ്പൊ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ ഋഷഭ് പന്താണ്. ക്ലിയർ? ഓർത്തു വയ്ക്കണം, മറന്നുപോരുത്. അടുത്ത, മധ്യപ്രദേശിന്റെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ നർമ്മദ പ്രസാദ് പ്രജാപതി. ക്ലിയർ? ഒന്നുകൂടെ നോക്കാം. രഞ്ജി ട്രോഫി സീസണിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത ബോളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അശുതോഷ് അമൻ. അടുത്ത, അദ്ദേഹം ഏത് സംസ്ഥാനക്കാരെന്ന് ചോദിച്ചാൽ ബീഹാർ. ബിഷൻ സിംഗ് ബേദിയുടെ 44 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. അടുത്ത, ന്യൂസിലൻഡ് ശ്രീലങ്ക ഏകദിന പരമ്പര ജേതാക്കളായിരുന്നു ചോദിച്ചാൽ ന്യൂസിലൻഡ്. 3-0 അവർ ജയിച്ചത്. അതുപോലെ തന്നെ തുടർച്ചയായ 10 ഇന്നിംഗ്സുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ കോഹ്ലി റെക്കോർഡുകൾ മറികടന്ന ആരെന്ന് ചോദിച്ചാൽ റോസ് ടെയ്ലർ. ക്ലിയർ? അടുത്ത പോയിന്റ്, ഏറ്റവും പുതിയ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളുടെ റാങ്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി, 3-ാം സ്ഥാനത്ത് ചേതേശ്വർ പൂജാര, അതുപോലെ 17-ാം സ്ഥാനത്ത് ഋഷഭ് പന്ത്. പ്രത്യേകത, ഏറ്റവും ഉയർന്ന റാങ്കിലെത്തുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ ഋഷഭ് പന്ത്. ക്ലിയർ? ഇതിനു മുമ്പ് ധോനി എത്തിയിട്ടുണ്ട്, 19-ാം റാങ്ക്. ക്ലിയർ? അടുത്ത പോയിന്റ്, മധ്യപ്രദേശിന്റെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നർമ്മദ പ്രസാദ് പ്രജാപതി. ക്ലിയർ ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.